Hi friends, welcome to our channel Learn Vidya. നമ്മുടെ ഇന്നത്തെ ടോപ്പിക്ക് ജനറലി ആക്സെപ്റ്റഡ് അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസിൻ്റെ പാർട്ട് 1 ആണ്. നമ്മൾ 2 പാർട്ടായിട്ടാണ് വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ടോപ്പിക്കിലേക്ക് കിടക്കാം. എന്താണ് ഗ്യാപ്പ്? ജനറലി ആക്സെപ്റ്റഡ് അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസ് മീനിങ് നോക്കാം. ജനറലി ആക്സെപ്റ്റഡ് അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസ് ആർ ദ കളക്ഷൻ ഓഫ് കോമൺലി ഫോളോഡ് അക്കൗണ്ടിങ് റൂൾസ് ആൻഡ് സ്റ്റാൻഡേർഡ്സ് ഫോർ ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ്. The Financial Accounting Standards Board uses GAAP as the foundation for its comprehensive set of approved accounting methods and practices. എന്താണ് ഗ്യാപ്പ്? അതായത് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യുമ്പോൾ അതിലെ ട്രാൻസാക്ഷൻസ് റെക്കോർഡ് ചെയ്യണമെങ്കിൽ നമ്മൾ ചില റൂൾസ് ആൻഡ് സ്റ്റാൻഡേർഡ്സ് ഫോളോ ചെയ്യേണ്ടതുണ്ട്. നമ്മൾ കോമൺ ആയിട്ട് ഫോളോ ചെയ്യുന്ന ആ റൂൾസ് ആൻഡ് സ്റ്റാൻഡേർഡ്സ് ആണ് ഗ്യാപ്പ്. ഇത്രയേ ഉള്ളൂ, സിമ്പിളാണ്. ഇനി നമുക്കിതിൻ്റെ ക്ലാസിഫിക്കേഷൻ നോക്കാം. 4 ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. അക്കൗണ്ടിങ് അസംഷൻസ്, അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസ്, മോഡിഫൈയിങ് പ്രിൻസിപ്പിൾസ് ആൻഡ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ്. നമുക്ക് ഇന്ന് അക്കൗണ്ടിങ് അസംഷൻസും അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസും നോക്കാം. ഫസ്റ്റ് വൺ, അക്കൗണ്ടിങ് അസംഷൻസ്. എന്താണ് അക്കൗണ്ടിങ് അസംഷൻസ്? അക്കൗണ്ടിങ് അസംഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അക്കൗണ്ടിങ് പ്രോസസ്സിനൊരു ഫൗണ്ടേഷൻ കൊടുക്കുന്നതിനെയാണ് നമ്മൾ അക്കൗണ്ടിങ് അസംഷൻ എന്ന് പറയുന്നത്. അസംഷൻ എന്ന് പറയുമ്പോൾ എന്താണ്? ധാരണ, അനുമാനം. ബേസിക് അക്കൗണ്ടിങ് കൺസെപ്റ്റാണ് അക്കൗണ്ടിങ് അസംഷൻ. ഇതിനെ നമ്മൾ 4 ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ബിസിനസ് എൻറ്റിറ്റി അസംഷൻ, മണി മെഷർമെൻറ്റ് ഓർ മോണിറ്ററി യൂണിറ്റ് അസംഷൻ, ഗോയിങ് കൺസേൺ അസംഷൻ, അക്കൗണ്ടിങ് പീരീഡ് ഓർ ടൈം പീരീഡ് അസംഷൻ. നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. ബിസിനസ് എൻറ്റിറ്റി അസംഷൻ. എന്താണ് ബിസിനസ് എൻറ്റിറ്റി അസംഷൻ? The concept of business entity assumes that business has a distinct and separate entity from its owners. It means that for the purpose of accounting, the business and its owners are to be treated as 2 separate entities. അതായത് ബിസിനസ്സും അതിൻ്റെ ഓണറും രണ്ടും 2 എൻറ്റിറ്റിയാണ്. 2 പേരെയും 2 സെപ്പറേറ്റ് യൂണിറ്റ് ആയിട്ടാണ് കാണുന്നത്. അതാണ് ബിസിനസ് എൻറ്റിറ്റി അസംഷൻ. Second one, money measurement or monetary unit assumption. The concept states that only those transactions and happenings in an organization which can be expressed in terms of money is recorded. അതായത് മോണിറ്ററി ടേംസിൽ എക്സ്പ്രസ് ചെയ്യാൻ പറ്റുന്നത് മാത്രമാണ് നമ്മൾ അക്കൗണ്ട്സിൽ റെക്കോർഡ് ചെയ്യുക. അതാണ് മണി മെഷർമെൻറ്റ് ഓർ മോണിറ്ററി യൂണിറ്റ് അസംഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. തേർഡ് വൺ, ഗോയിങ് കൺസേൺ അസംഷൻ. Going concern concept means that the business will continue operating instead of being closed or sold. അതായത് ബിസിനസ്സിൻ്റെ ലൈഫ് എന്ന് പറയുന്നത് ഇൻഡെഫിനിറ്റ് ആണ്. നമ്മുടെ ബിസിനസ് തുടങ്ങുന്നത് ഒരു ലോങ് ടൈമിലേക്കായിരിക്കണം. പെട്ടെന്ന് ക്ലോസ് ചെയ്യുക, സെയിൽ ചെയ്യുക എന്നുള്ള ആ ഒരു വിചാരത്തിലായിരിക്കരുത്. നമ്മുടെ ബിസിനസ്സിൻ്റെ ലൈഫ് എന്ന് പറയുന്നത് ലോങ് ടൈമിലേക്കാണെന്ന് ചിന്തിച്ചിട്ട് വേണം നമ്മൾ ബിസിനസ് കണ്ടിന്യൂ ചെയ്യാൻ എന്നാണ് പറയുന്നത്. ഇനി ലാസ്റ്റ് വൺ, അക്കൗണ്ടിങ് പീരീഡ് ഓർ ടൈം പീരീഡ് അസംഷൻ. The principle which states that a business should report their financial statements appropriate to a specific time period. These periods can be quarterly, half yearly, annually or any other interval depending on the business and owner's preference. അതായത് ഒരു കമ്പനിയുടെ ലൈഫിനെ പല പീരീഡ്സ് ആയിട്ട് തിരിച്ചിട്ടുണ്ട്. ആ ടൈം പീരീഡ് ബേസിലേക്കായിരിക്കണം നമ്മൾ അക്കൗണ്ട്സ് പ്രിപ്പയർ ചെയ്യേണ്ടത്. ഈ ടൈം പീരീഡ് ക്വാർട്ടർലി ആവാം, ഹാഫ് ഇയർലി ആവാം, ആനുവലി ആവാം, അതല്ലെങ്കിൽ നമ്മുടെ ബിസിനസ്സോ ഓണേഴ്സിൻ്റെ പ്രിഫറൻസിനനുസരിച്ചാവാം. അപ്പോൾ ആ ഒരു ടൈം പീരീഡിലേക്കായിരിക്കണം നമ്മൾ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യേണ്ടതെന്നാണ് അക്കൗണ്ടിങ് പീരീഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി നമുക്ക് അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾ എന്താണെന്ന് നോക്കാം. Accounting principles are the general rules and guidelines that companies are required to follow when reporting all accounts and financial data. അതായത്
നമ്മുടെ അക്കൗണ്ടിങ്ങിൽ ഫോളോ ചെയ്യേണ്ട പ്രൊസീജിയേഴ്സാണ് പ്രിൻസിപ്പിൾ. ആ ഒരു ജനറൽ റൂൾസ് ആൻഡ് ഗൈഡ് ലൈൻസിനെയാണ് നമ്മൾ അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. ഇതിനെ നമ്മൾ 6 ആയിട്ടാണ് ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. ഡ്യുവൽ ആസ്പെക്ട് പ്രിൻസിപ്പിൾ, ഫുൾ ഡിസ്ക്ലോഷർ പ്രിൻസിപ്പിൾ, റവന്യൂ റെക്കഗ്നിഷൻ ഓർ റിയലൈസേഷൻ പ്രിൻസിപ്പിൾ, മാച്ചിങ് പ്രിൻസിപ്പിൾ, ഹിസ്റ്റോറിക്കൽ കോസ്റ്റ് പ്രിൻസിപ്പിൾ ആൻഡ് ലാസ്റ്റ് വൺ ഒബ്ജക്റ്റിവിറ്റി ഓർ വെരിഫയബിലിറ്റി പ്രിൻസിപ്പിൾ. ഇനി ഡ്യുവൽ ആസ്പെക്ട് പ്രിൻസിപ്പിൾ എന്താണെന്ന് നോക്കാം. ഇറ്റ് ഈസ് ദ ഫൗണ്ടേഷൻ ഓർ ബേസിക് പ്രിൻസിപ്പിൾ ഓഫ് അക്കൗണ്ടിങ്. അതായത് നമ്മുടെ അക്കൗണ്ടിങ്ങിൻ്റെ ഒരു ബേസിക് പ്രിൻസിപ്പിൾ അല്ലെങ്കിൽ ഫൗണ്ടേഷൻ ആണ് ഡ്യുവൽ ആസ്പെക്ട് പ്രിൻസിപ്പിൾ. This concept states that every transaction has a dual or twofold effect and should therefore be recorded at 2 places. അതായത് എല്ലാ ബിസിനസ്സിനും 2 ആസ്പെക്റ്റ് ഉണ്ട്, ഗിവിങ് ആസ്പെക്റ്റ് ആൻഡ് റിസീവിങ് ആസ്പെക്റ്റ്. ഗിവിങ് ആസ്പെക്റ്റ് എന്ന് പറയുമ്പോൾ ക്രെഡിറ്റ്, അതാണ് ഡിനോട്ട് ചെയ്യേണ്ടത്. റിസീവിങ് ആസ്പെക്റ്റ് എന്ന് പറയുമ്പോൾ ഡെബിറ്റ്. ഈ ഡ്യുവാലിറ്റി പ്രിൻസിപ്പിൾ അക്കൗണ്ടിങ് ഈക്വലൻസ് കൺസെപ്റ്റ് എന്നും പറയാറുണ്ട്. അതിന് കാരണം നമ്മുടെ ഫണ്ടമെൻ്റൽ അക്കൗണ്ടിങ് ഇക്വേഷൻ എന്താണ്? അസറ്റ്സ് ഈക്വൽ ടു ലയബിലിറ്റീസ് പ്ലസ് ക്യാപിറ്റൽ. അപ്പോൾ ഈ ഒരു ഫണ്ടമെൻ്റൽ ഇക്വേഷൻ്റെ ബേസിലാണ് ഡ്യുവാലിറ്റി പ്രിൻസിപ്പിൾ എക്സ്പ്രസ് ചെയ്യുന്നത്. ഇനി സെക്കൻഡ് വൺ, ഫുൾ ഡിസ്ക്ലോഷർ പ്രിൻസിപ്പിൾ. The principle of full disclosure requires that all material and relevant facts concerning financial performance of an enterprise must be fully and completely disclosed in the financial statement and their accompanying footnotes. എന്താണ് ഫുൾ ഡിസ്ക്ലോഷർ പ്രിൻസിപ്പിൾ? അതായത് ഒരു കമ്പനിയുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യുമ്പോൾ ആ കമ്പനിയുടെ ഫിനാൻഷ്യൽ പെർഫോമൻസുമായി റിലേറ്റ് ചെയ്തിരിക്കുന്ന എല്ലാ മെറ്റീരിയലും ഇൻഫർമേഷൻസും അതിൽ നമ്മൾ ഡിസ്ക്ലോസ് ചെയ്തിരിക്കണം. അത്രയേ ഉള്ളൂ ഫുൾ ഡിസ്ക്ലോഷർ പ്രിൻസിപ്പിൾ. ഇനി തേർഡ് വൺ, റവന്യൂ റെക്കഗ്നിഷൻ ഓർ റിയലൈസേഷൻ പ്രിൻസിപ്പിൾ. According to the principle, revenue for a business transaction should be included in the accounting records only when it is realized. അതായത് റവന്യൂ ഉണ്ടാക്കുക എന്ന് പറയുമ്പോൾ അത് എക്സാക്റ്റ് ക്യാഷ് റിസീവ് ആകുമ്പോൾ അല്ല, ഒരു സെയിൽ നടക്കുമ്പോൾ അല്ലെങ്കിൽ ക്യാഷ് ഓർ ക്രെഡിറ്റ് അല്ലെങ്കിൽ ഇൻസ്റ്റാൾമെൻറ്റ് വഴിയും ആവാം. അപ്പോൾ എപ്പോഴാണോ സെയിൽസ് നടക്കുന്നത് ആ ടൈമിൽ തന്നെ നമുക്ക് റവന്യൂ റിയലൈസ്ഡ് ആയി എന്ന് നമ്മൾ അക്കൗണ്ടിൽ റെക്കോർഡ് ചെയ്യണം. ഈ ഒരു റിയലൈസേഷൻ കൺസെപ്റ്റ് അനുസരിച്ച് അവിടെ ക്യാഷ് റിസീവ് ചെയ്തോ ഇല്ലയോ എന്നല്ല മാറ്റർ, നമ്മുടെ ആ സെയിൽ എപ്പോൾ നടന്നുവോ അപ്പോൾ തന്നെ നമ്മൾ അക്കൗണ്ട്സിൽ അത് റെക്കോർഡ് ചെയ്യണം. ഫോർത്ത് വൺ, മാച്ചിങ് പ്രിൻസിപ്പിൾ. Matching principle states that expenses that are incurred in an accounting period should be matching with the revenue earned during that period. അതായത് ആ ഒരു സെയിം പീരീഡിലെ എക്സ്പെൻസസും റവന്യൂവും തമ്മിൽ മാച്ച് ആയിരിക്കണം. അതായത് നമ്മുടെ ബിസിനസ്സിൻ്റെ പ്രോഫിറ്റ് അല്ലെങ്കിൽ ലോസ് കണ്ടുപിടിക്കുന്നുണ്ടെങ്കിൽ ഏത് പീരീഡിലെ കോസ്റ്റ് ആണോ എടുക്കുന്നത് അതേ പീരീഡിൽ തന്നെ ഇൻകം വേണം എടുക്കാൻ. അതാണ് മാച്ചിങ് പ്രിൻസിപ്പിൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി ഫിഫ്ത്ത് വൺ, ഹിസ്റ്റോറിക്കൽ കോസ്റ്റ് പ്രിൻസിപ്പിൾ. അസറ്റ്സ് ആർ ടു ബി റെക്കോർഡഡ് ഇൻ ദ ബുക്സ് ഓഫ് അക്കൗണ്ട് അറ്റ് ദെയർ പർച്ചേസ് പ്രൈസ് ആൻഡ് നോട്ട് അറ്റ് ദ മാർക്കറ്റ് പ്രൈസ്. അതായത് എല്ലാ ട്രാൻസാക്ഷൻസും നമ്മൾ പർച്ചേസിങ് പ്രൈസിൽ വേണം റെക്കോർഡ് ചെയ്യാൻ, മാർക്കറ്റ് പ്രൈസിലല്ല എന്നാണ് ഹിസ്റ്റോറിക്കൽ കോസ്റ്റ് പ്രിൻസിപ്പിൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി സിക്സ്ത് വൺ, ഒബ്ജക്റ്റിവിറ്റി ഓർ വെരിഫയബിലിറ്റി പ്രിൻസിപ്പിൾ. It states that accounting transactions should be recorded in an objective manner, free from the bias of accounts and others. This can be possible when each of the transaction is supported by verifiable document or vouchers. ഒബ്ജക്റ്റിവിറ്റി പ്രിൻസിപ്പിൾ ഉദ്ദേശിക്കുന്നത് എല്ലാ അക്കൗണ്ടിങ് ട്രാൻസാക്ഷനും ഒബ്ജക്റ്റീവ് മാനറിൽ വേണം റെക്കോർഡ് ചെയ്യാൻ, അതായത് നിഷ്പക്ഷമായ രീതിയിൽ വേണം റെക്കോർഡ് ചെയ്യാൻ. എല്ലാ ട്രാൻസാക്ഷൻസിനും സപ്പോർട്ട് ചെയ്യാൻ കൃത്യമായിട്ടുള്ള ഒരു എവിഡൻസ് വേണം. അപ്പോൾ ആ എല്ലാ ട്രാൻസാക്ഷൻസും വെരിഫൈ ചെയ്യാൻ അതിൻ്റേതായ കറക്റ്റായിട്ടുള്ള വൗച്ചേഴ്സ് അല്ലെങ്കിൽ ഡോക്യുമെൻറ്റ്സ് വേണം എന്നാണ് ഒബ്ജക്റ്റിവിറ്റി പ്രിൻസിപ്പിൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ക്ലാസ് ഇത്രയേ ഉള്ളൂ. നമ്മൾ ഗ്യാപ്പ് എന്താണെന്ന് പറഞ്ഞു, അതിൽ നമ്മളെ ക്ലാസിഫിക്കേഷൻ 4 എണ്ണം ഉണ്ട്, അതിൽ 2 എണ്ണം അതിൻ്റെ സബും പറഞ്ഞു. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. താങ്ക് യു and support our channel.